ഇവളെന്താ ഇവിടെ? ഇവിടെ ചത്തില്ലേ? എന്റെ നീലി പാറു പറഞ്ഞത് അച്ചട്ടായി. എന്റെ ജീവിതം കുതാവഹ ആവാൻ പോകുന്നു. ഞാൻ പേടിച്ചെന്ന് അവൾ വിചാരിക്കണ്ട. അങ്ങോട്ട് കയറി മിണ്ട. ഹായ് ഐശ്വര്യ, ഞാൻ അനിക, സച്ചുന്റെ വൈഫ്. അപ്പൊ ഞാൻ ആറ്? ശാവം സിലിനൊരു കാതലം കണ്ട് ഐശ്വര്യ വിളിക്കാൻ വന്നേക്കോണം. നിന്നെ കളിപ്പിക്കാടി. നിനക്ക് ഒരു ദിവസത്തേക്ക് സച്ചുനെ വേണമായിരിക്കും അല്ലേടി കോരങ്ങത്തി? താനാരെന്ന് തനിക്കറിയാൻ പാടില്ലെങ്കിൽ പോയി വല്ലവരോടും ചോദിക്കണേ. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യം? ഗുഡ് ക്വസ്റ്റ്യൻ. അതിന്റെ ആൻസർ സച്ചി തന്നെ തരുന്നതല്ലേ നല്ലത്. ഐശ്വര്യ, ഞങ്ങളിവിടെ മാനമര്യാദക്ക് കല്യാണം കഴിച്ച് ജീവിക്കുക. വെറുതെ അനാവശ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്. നീ എന്ത് കേട്ടാലും എനിക്ക് പുല്ലാണ്. ഒരു തവണ നിനക്ക് വേണ്ടി മാറി തന്നവളാണ്. ഇനി അതുണ്ടാവില്ല. അന്നത്തെ അനികയല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. സച്ചിൻ ദേവ് കെട്ടിയ താലിയാ എന്റെ കഴുത്തിൽ കിടക്കുന്നേ. ആ താലി കഴുത്തിലുള്ളിടത്തോളം കാലം സച്ചിനെ ഞാൻ വിട്ടു തരില്ല. എന്നാ നീ കേട്ടോ, ആ താലി അഴിപ്പിക്കാൻ തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ. സച്ചി, ഐഷു, നീ എന്താ ഇവിടെ? നിന്നെ കാണണമെന്ന് തോന്നി, സോ വന്നു. സച്ചു വേണ്ട. സച്ചി, എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം. വാ, നിന്റെ റൂമിലേക്ക് പോവാം. ഓക്കെ. അനുമോളെ, മായെ, നോക്ക്, റൂമിൽ പോയിരിക്കുന്ന രണ്ടും കൂടി. ഏത് ഭാര്യ സഹിക്കുക? അന്യൊരുത്തി തന്റെ ഭർത്താവിന്റെ കൂടെ ബെഡ്റൂമിൽ, അത് ഡോറും ലോക്ക് ചെയ്ത്. എനിക്ക് വയ്യ മായെ, ഇതൊന്നും കാണാൻ എനിക്ക് വയ്യ. അനുമോളെ, കരയല്ലേ? ഈ സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ? അവള് വിളിച്ചപ്പോഴൊക്കെ ബെഡ്റൂമിൽ കയറി വാതിലടിച്ചിരിക്കുന്നു. ഛേ മായെ, മായെ അവിടെ എന്തായിരിക്കും? എനിക്ക് സച്ചിനെ നഷ്ടപ്പെടുവാണോ? അനുമോളെ, പാരപ്പറ്റി കയറി ഹോളിലൂടെ നോക്കാം വേണമെങ്കിൽ എന്താ നടക്കുന്നതെന്ന്. വേണ്ട മായെ, അതൊന്നും കാണാനുള്ള ശക്തി എനിക്കില്ല. എന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടു. അധികം നാൾ ഞാനെന്റെ വീട്ടിൽ നിന്നോടൊപ്പം ഉണ്ടാവില്ല. അനുമോളെ, എനിക്ക് അറിയാതെ. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ. മായി, ഐഷു കുറച്ചു ദിവസത്തേക്ക് ഇവിടെ സ്റ്റേ ചെയ്യാനുണ്ടാവും. അവൾക്കുള്ള റൂമൊക്കെ സെറ്റാക്കാൻ കമലാമ്മയോട് പറഞ്ഞേക്ക്. സച്ചു, സച്ചു, നിക്കായിന്ന് വിട്. ഇല്ല, ഞാൻ വിടില്ല. ഇതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് എനിക്ക് അറിയണം. കല്യാണം കഴിഞ്ഞ് ഭാര്യയുമായി താമസിക്കുന്ന വീട്ടിൽ നിന്റെ എക്സിനെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിന്റെ റീസൺ എനിക്ക് അറിയണം. നിനക്കറിയണം അല്ലേ? വാ. സച്ചു, വിട്. എന്താ നിനക്കറിയേണ്ടത്? അവൾ എന്താ ഇവിടെയെന്ന് എനിക്ക് അറിയണം. ഓഹോ, ഒന്നും അറിയാത്ത പാവം. അവളെ ഇങ്ങോട്ട് വരുത്തിച്ചത് നീയല്ലേടി? നിനക്ക് ഞാൻ എന്തും ദ്രോഹം ചെയ്തിട്ടാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നിന്റെയും അവളുടെ ഇടയിൽ കിടന്ന് ധർമ്മസങ്കടത്തിൽ നീറുവാനാ, അറിയോ? മറക്കാൻ ശ്രമിക്കുന്നല്ല മുന്നിൽ കൊണ്ടുവന്നിട്ടിട്ട് ഒന്നും അറിയില്ല പോലും. സച്ചു, ഞാനല്ല അവളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേ. എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിനക്കിപ്പോ സമാധാനമായല്ലോ. ആവശ്യമില്ലാതെ അവളുടെ പേര് വലിച്ചിട്ട് അവളിപ്പോ ഇങ്ങനെ എത്തിയപ്പോ എല്ലാം ആയില്ലേ? സച്ചു, ഞാനല്ല. മിണ്ടിപ്പോകരുത്. സച്ചു, ഓടി പോ. അനുമോളെ, എനിക്കറിയാതെ. സച്ചു, സച്ചു ഒരു തരത്തിലും എടുക്കുന്നില്ലല്ലോ മായെ. അതാ എനിക്കും പിടികിട്ടാത്തത്. ആ പിശാശ് സച്ചേട്ടന്റെ ഫസ്റ്റ് ലവ് ആണെന്നുള്ളതിലുപരി അവൾക്ക് ഈ വീട്ടിൽ കുറച്ച് ഹോൾഡ് കൂടുതലുണ്ട്. കാര്യം ചെറുപ്പം തൊട്ടേ കളിച്ചു വളർന്നവരായിരുന്നല്ലോ, ഒരുമിച്ച് സ്കൂളിൽ പോയവർ. അപ്പോഴൊക്കെ ഇവിടെ കയറി ഇറങ്ങലായിരുന്നു അവളുടെ മെയിൻ പരിപാടി. അതുകൊണ്ട് അച്ഛനും കമലാമ്മയും ആരും ഒന്നും പറയില്ല അവളോട്.
എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആർക്കാണ് ഇവിടെ കൂടുതൽ അവകാശം എന്നുള്ളത്. ഹലോ, എന്താണ് ഒരു കൊച്ചു വർത്തമാനം? അത് നിന്നെ ബോധിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഓ, നിങ്ങളുടെ കഥനകഥ കേട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? അതെ, എനിക്ക് ഉച്ചക്കത്തേക്ക് കരിമീൻ മപ്പാസും വെള്ളയപ്പവും മതി. കുറെ നാളായി അതൊക്കെ കഴിച്ചിട്ട്. ബാംഗ്ലൂരിൽ ഇതൊക്കെ കിട്ടാൻ വലിയ പാടാ. നിനക്ക് വേണമെങ്കിൽ വെച്ചുണ്ടാക്കി തിന്നടി, ഞങ്ങളെന്താ നിന്റെ വേലക്കാരികളോ? ഓ, വേണ്ടെങ്കി വേണ്ട, ഞാൻ സച്ചിയുമായി പുറത്തു പോയി കഴിച്ചോളാം. വേണ്ട, ഞാൻ വെച്ച് തന്നോളാം. അനുമോളെ, നിനക്ക് പ്രാന്തായോ ഇവൾക്ക് വെച്ചിരുത്തി കൊടുക്കാൻ? എന്താ ഇവിടെ? സച്ചിയേട്ടാ, ഞാൻ ഇതിനു മുന്നേ ഒന്നും സച്ചിയേട്ടനോടും ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് ഇതെനിക്ക് പറഞ്ഞു മതിയാവും. ഇവൾക്ക് ഈ പിശാശിന് കരിമീൻ മപ്പാസ് ഉണ്ടാക്കി കൊടുക്കണം പോലും. അത് അനുമോൾ ഉണ്ടാക്കാനും പോവാ. ഏട്ടനെന്തൊന്നും പറയാനില്ലേ? ഉച്ചയ്ക്ക് കുറച്ച് ഫുഡ് വെച്ച് കൊടുക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ? അനുവിന് കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിനക്കെന്താമായി? അവൾ ചോദിച്ചത് അങ്ങ് വെച്ചു കൊടുത്തേക്ക്. ആയിഷു ഇവിടുത്തെ ഗസ്റ്റ് ആണ്, അത് മറക്കരുത്. ഏട്ടാ, ആയിഷു, നീ അവിടെ എവിടെയെങ്കിലും പോയി റിലാക്സ് ചെയ്തോളൂ. ഫുഡ് റെഡി ആകുമ്പോ ഇവരെ അറിയിച്ചോളൂ. ഓക്കെ സച്ചി. പിന്നെ ഈവനിങ് കല്യാൺകുട്ടി അമ്പലത്തിൽ പോകുന്ന കാര്യം മറന്നുപോയോ? ഏയ്, മറന്നിട്ടില്ല. ഞാൻ ഈവനിങ് വരാം, എന്നിട്ട് പോകാം. അപ്പൊ ഓക്കെ, ഞാൻ പോയിട്ട് വരാം. ഇതേ കണ്ടല്ലോ, നിന്റെ സച്ചുനെ വരച്ച വരയെ നിർത്താൻ എനിക്ക് പറ്റും. നിനക്കിവിടെ ഒരു വേലക്കാരുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ. അത് സച്ചിന്റെ വായിൽ നിന്ന് തന്നെ നീ ഒന്ന് കേട്ടല്ലോ. അപ്പോ നിന്റെ സ്ഥാനം ആ കിച്ചണാ. വേഗം പോയി എനിക്ക് കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കാൻ നോക്ക്. കരയാതെ അനുമോളെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആ വിശ്വാസിനെ. സച്ചേട്ടൻ അവളുടെ കൂടെയാ. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മായ മാറും. ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ, ഇല്ലെങ്കിൽ സച്ചിന് ദേഷ്യം വരും. അനുമോളെ, നീ ഇത് എന്ത് ഭാവിച്ച? ഒരു വേലക്കാരിയായിട്ടാണേലും എനിക്ക് ഈ വീട്ടിൽ നിന്നേ പറ്റൂ. അങ്ങനെയെങ്കിലും എനിക്ക് എന്റെ സച്ചിനെ കാണാൻ പറ്റുമല്ലോ. അനുമോളെ, എന്നെ വിഷമിപ്പിക്കണ്ടേടി നീ. അനുമോളെ, ദേ ആ ശവവും സച്ചേട്ടനും അമ്പലത്തിൽ പോകാൻ ഇറങ്ങി. ഒക്കോട്ടമായേ, നിനക്കൊന്നും പറയാനില്ലേ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളൊരുത്തനെ കൊണ്ടാ അവളിതെല്ലാം കാണിച്ചു കൂട്ടുന്നേ. നീ ഇങ്ങനെ ഇരിക്കാതെടി. ഓ, ആ താലിക്കൊന്നും വലിയ പവറില്ലെന്ന് എന്ന് ഞാൻ മനസ്സിലാക്കിയതാ. ഞാൻ അറിയുന്ന അനുമോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ. ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയാൻ വായ തുറപ്പിക്കാതെ അനുമോളെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത് നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോടി. അനു, ഞങ്ങൾ അമ്പലത്തിൽ പോവാ, നീ വരുന്നുണ്ടോ? സച്ചി, ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ മാത്രമായിട്ടായിരിക്കും പോവേണ്ടതെന്ന്. ഓ, ഞാനത് മറന്നുപോയി. പോകാം. ആ, ഇന്ന് ഫുഡൊന്നും എടുത്തു വെക്കണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചു. സച്ചി, എങ്ങോട്ടാ? അത് നിന്നെ ബോധിപ്പിക്കണോ? ആ, വേണം. ആണോ സച്ചി? നീ പറ. ഏയ്, അവൾ ചുമ്മാ. നീ പറഞ്ഞു. ഞാൻ അകത്തേക്ക് വരാം. നിൽക്ക്. അവിടെ നിന്ന് സംസാരിച്ചാ മതി, എന്താന്ന് വെച്ചാ. ഈ റൂമിൽ ഒരു തവണ നീ കേറി, ഇനി അതിനെ ഞാൻ സമ്മതിക്കില്ല. അനു, നീ എന്തിനാ വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നേ? ആയിഷു എന്തോ പറയാൻ വന്നതല്ലേ, അവൾ പറഞ്ഞിട്ട് പോക്കോളൂ. വേണ്ട, അവൾ ഈ റൂമിൽ കയറിയ ഈ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ആയിഷു, ഞാൻ കുറച്ചു നേരം കഴിഞ്ഞ് നിന്നോട് സംസാരിക്കാം. ഇപ്പൊ പ്ലീസ്. ടേക്ക് കെയർ. ഡി, എന്താ? നിനക്ക് എന്താന്ന്? അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. ഇതൊക്കെ എന്താ? ഈ ബെഡ്റൂമിൽ വരെ കയറി വരാനുള്ള അവകാശം അവൾക്ക് ആരാ കൊടുത്തത്? നീയാണോ? നീ വെറുതെ കാട് കയറി ചിന്തിക്കണ്ട. പിന്നെ എന്നെ എന്ത് ചെയ്യണം പറ? അവളെ നിന്നെ ഈ റൂമിൽ ഇരുത്തി ഡോർ അടക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞോ? നീ എന്താടാ ഇന്നലെ ഈ ഡോർ അടച്ചിട്ട് കാണിച്ചത്? എന്ത് കാണിച്ചെന്ന്? അരമണിക്കൂറോളം ഈ റൂമിൽ എന്തായിരുന്നു പരിപാടിയെന്ന്. അതൊന്നും നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. സച്ചു, ഞാൻ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന മൊമെന്റാ ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നേ. ആ സമയത്ത് നീയും കൂടി ഇങ്ങനെ ആയ ഞാൻ തളർന്നു പോകും. ആ പേടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പണി തരാൻ ഉത്സാഹിക്കാതെ എന്നെ സ്നേഹിച്ച് ജീവിക്കണമായിരുന്നു. നിനക്ക് അതിനല്ലായിരുന്നല്ലോ ഇൻട്രസ്റ്റ്. ഞാൻ എങ്ങനെയെങ്കിലും സഫർ ചെയ്യണം. പാസ്റ്റ് മെൻഷൻ ചെയ്ത് ആ പാസ്റ്റ് മുന്നിൽ വന്ന് നിൽക്കുമ്പോ പേടിക്കുന്നത് എന്തിനാ? എന്നെ കൂടി ഇനി വലിച്ചിട്ടപ്പോ നിനക്ക് സമാധാനായില്ലേ? സച്ചു പ്ലീസ്, തെറ്റ് പറ്റിപ്പോയി എന്ന് വെച്ച് ഇങ്ങനെ എനിക്ക് ഒരവസരം കൂടി തന്നൂടെ? നീ കരയണ്ട. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കൊരു പിടിയുമില്ല.
അനു, അതിന്റെ റീസൺ നീ ആയിരിക്കും എന്നോർത്ത നല്ലത്. കിടക്കാൻ നോക്ക്. ഇത് എപ്പോ തുടങ്ങിയ സംസാരാ രണ്ടും കൂടി? എന്താ ഇതിന് മാത്രം സംസാരിക്കാനുള്ളത്? ഡി, നിനക്കൊന്നും പറയാനില്ലേ? ഞാനിനി എന്ത് പറയാനാ? ഇങ്ങനെ പോയാ നിനക്ക് സച്ചേട്ടനെ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനൊന്നും പറയാതെ മായേ. ഇതെവിടെ? അനു, എന്റെ ബ്ലാക്ക് ഷർട്ട് എവിടെ? അനു. സച്ചി വിളിച്ചായിരുന്നോ? ഞാൻ അനുനെ വിളിച്ചേ. എന്റെ ഷർട്ട് കാണുന്നില്ല, സോ അത് നോക്കാൻ. ഞാൻ നോക്കിത്തരാലോ. ഐഷു, അത് കുഴപ്പമില്ല. അനു വരുമ്പോ നോക്കി തന്നോളൂ. ദാ ഇതല്ലേ? സച്ചു, അനു, കറക്റ്റ് സമയത്ത് വന്ന് കയറിയുണ്ട്. ഞങ്ങളുടെ ബന്ധം എവിടെ വരെ ആയെന്ന് കാണാൻ പറ്റിയല്ലോ. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? അപ്പൊ ശരി, പോട്ടെ. അനു. വേണ്ട സച്ചു, വേണ്ട. അനു, നീ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല. വേണ്ട, ഒന്നും പറയണ്ട. സച്ചു, നിനക്ക് എന്നെ മതിയായോ? അതാണോ എന്നോട് ഇങ്ങനെയൊക്കെ? എന്റെ മനസ്സ് എത്രമാത്രം കൊള്ളുന്നുണ്ടെന്ന് നിനക്കറിയോ? നീ എന്താ ചെയ്യുന്നേ? സച്ചു, ഞാൻ എന്നെ മുഴുവനായി നിനക്ക് തരുവാ. നീ ഒന്ന് വെറുതെ ഇരുന്നേ. ഇതെന്താ കാണിക്കുന്നേ? ഞാനിനി എതിരൊന്നും പറയില്ല. എടുത്തോ. ദാ നിന്റെ മുമ്പിൽ നിൽക്കുന്നില്ല ഞാൻ. ഇനിയെങ്കിലും എന്നെ സ്നേഹിക്കണം. അവളെ സ്നേഹിക്കരുത് പ്ലീസ്. അവൾക്കുള്ളത് തന്നെയല്ലേ എനിക്കുള്ളേ. നിനക്ക് എന്താ എന്നെ പ്ലീസ് അവളെ ചേർത്ത് പിടിക്കുന്ന പോലെ എന്നെ ചേർത്ത് പിടിച്ച. നീ ഇപ്പോ എന്നോടൊന്നും ചോദിക്കരുത് പ്ലീസ്. എല്ലാം ഞാൻ പറയാം സമയമാകുമ്പോ. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, ശവം. അവളുടെ വീട് പോലെയാ. എനിക്ക് ഇഷ്ടല്ല ഇവളെ, തോട്ടി പോലെ. എനിക്ക് എന്റെ കോഴിക്കുഞ്ഞ് നാത്തോനോടാ ഇഷ്ടം. ഒന്ന് ചിരിക്കുന്നേ. എത്ര ദിവസമായി ഞാൻ ഈ ചിരി കണ്ടിട്ട്. എന്റെ ഏട്ടനെ ഏറ്റവും യോജിച്ച പെണ്ണാണേ. അത് ഇനി ആര് എതിര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. പക്ഷേ വിധി അതല്ലല്ലോ മായി. നിന്റെ ഏടത്തെയാവാൻ വിധി അവൾക്കാ. നീ ഒന്ന് പോയേ, എല്ലാം ശരിയാകും. ഇവിടെ ഉണ്ടായിരുന്നോ? ഭർത്താക്കന്മാർക്ക് ആവശ്യമുള്ളത് കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണേണ്ടി വരും. എന്ത് കാണേണ്ടി വരുന്നു? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മായയുടെ മുന്നിൽ വെച്ച് വേണ്ട. അവളും അറിയട്ടെ, അവൾക്കും ആവശ്യം വരുന്ന കാര്യമാ ഞാൻ പറയുന്നേ. സച്ചു ഒരു ആണാണ്, അവനും ഉണ്ട് നീഡ്സൊക്കെ. അത് നീ കൊടുക്കാത്തത് കൊണ്ടാണ് ഇന്നലെ നീ റൂമിൽ വന്നപ്പോ അങ്ങനെയൊക്കെ കാണേണ്ടി വന്നത്. ഐശ്വര്യ, നീ ആവശ്യമില്ലാത്തത് പറയണ്ട. ഞങ്ങളുടെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ നീ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ തന്നെ അവനെ പറ്റി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് എന്താ അവകാശം? അവന് എന്റെ ഹസ്ബൻഡാ. ഓ ആണോ? എന്നാ അവൻ തന്നെയാ എന്നോട് ഇതൊക്കെ വന്ന് പറഞ്ഞത്. ദേ, നീ വെറുതെ നുണ പറയണ്ട. എന്റെ സച്ചു അങ്ങനെയൊന്നും പറയില്ല. നീ വേണമെങ്കിൽ പോയി ചോദിക്കടി. ഞാനിപ്പോ ആശിച്ച് മോഹിച്ചു ചെന്നാലും അവൾ നോ പറയും. നീ എന്നോട് നോ പറയരുത് എന്നാണ് ഇന്നലെ അവൻ എന്നോട് പറഞ്ഞത്. നീ നിർത്തടി, കുറെ നേരം ഞാൻ കേൾക്കുന്നു. ഇനി എന്റെ അനുമോളൊരു വാക്കുകൊണ്ട് പോലും നീ വേദനിപ്പിച്ച നിന്റെ വായി ഞാൻ തീ കൊലൊഴിക്കും. മിണ്ടാതെ പൊടി ശവമേ. നീ അധികം കളിക്കാതെടി. എന്നെ നിനക്ക് നാത്തൂനെന്ന് വിളിക്കേണ്ടി വരും. അതാണ് നിന്റെ പണിഷ്മെന്റ്. അത് വിളിക്കുന്നതിലും ഭേദം ഞാൻ വല്ല കിണറ്റിലും ചാടി ചാകുന്നതാ. ഐശ്വര്യ,
നീയാണിപ്പോ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്ന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ നീ വീട്ടിലുണ്ടാക്കി. ഞാനാണ് സച്ചിയുടെ ഫസ്റ്റ് ലവ്. ഞാനൊന്ന് മാറിയ നേരത്ത് നീയല്ലേടി ഒഴിഞ്ഞു കിടന്ന ഗോൾ പോസ്റ്റിൽ കയറി ഗോൾ അടിച്ചത്. നിന്റെ സച്ചുനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോവും, നോക്കിക്കോ. ഐശ്വര്യ പ്ലീസ്, ഇങ്ങനെ ഉപദ്രവിക്കാതെ. സച്ചു, എന്താ? എന്റെ ഈ വീട്ടിലുള്ള റോൾ എന്താണെന്ന് എനിക്കിപ്പോ അറിയണം. അതിന് മാത്രം എന്തുണ്ടായിപ്പോ? ഞാൻ ബെഡ്റൂമിൽ നിന്നോട് സഹകരിക്കാത്തത് കൊണ്ട് ഐഷുവും നീയും ഇന്നലെ റൂമിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കാണേണ്ടി വന്നതെന്ന് അവൾ പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞോ? ആ പറഞ്ഞു. എന്തിനാ സച്ചു നമ്മളിൽ ഒതുങ്ങേണ്ട കാര്യങ്ങൾ നീ അവളോട് പോയി ഷെയർ ചെയ്യുന്നേ? നിനക്ക് നിന്റെ നീഡ്സ് ആണ് പ്രശ്നമെങ്കിൽ ഇന്നലെ ഞാൻ തന്നതല്ലേ എന്റെ ഈ ശരീരം, എടുത്തോളം പറഞ്ഞതല്ലേ. ഇതിൽ കൂടുതൽ ഒരു പെണ്ണ് ഇനി എങ്ങനെ താഴുക? ഇനി തിരിച്ചു പിടിക്കാനാണ് ഇതൊക്കെ. അനു, ഞാൻ അവളോട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ ബെഡ്റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ എന്റെ നീഡ്സ് അത് അത്ര ഇമ്പോർട്ടന്റ് ആയിരുന്നെങ്കിൽ ഈ നിമിഷത്തിനുള്ളിൽ എത്ര ഗേൾസ് എന്റെ കയ്യിൽ മാറി മറിഞ്ഞു പോയേനെ. ഞാനൊന്ന് വിരലിനൊടിച്ചാൽ എന്തിനും റെഡിയായി നിൽക്കുന്ന ഒരുപാട് ഗേൾസിനെ എനിക്കറിയാം. അതെല്ലാം വിട്ട് നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഞാൻ ഇനി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇന്നലെ നീ കണ്ടത് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് നടന്നതാ. എന്തായാലും ഐഷു ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചേ മതിയാകും. നീ വെയിറ്റ് ചെയ്യും.